ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 18 ശനിയാഴ്ച ദിനത്തിലെ കേരള ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുന്ന 10ഓളം ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡ്യൂഡ്, ഡീസൽ, ബൈസൺ, പാതിരാത്രി, ഫെമിനിസ്റ്റ് ഫാത്തിമ, പെറ്റ് ഡിറ്റക്റ്റീവ്, ബാൾട്ടി, കാന്താര, ലോക, രാവണപ്രഭു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇതുവരെ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. ഒപ്പം വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യുകയും വേണം. നമുക്ക് നേരെ പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഇന്ന് 3-ാം ദിവസമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രണീഷ് വിജയൻ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഷറഫുദ്ദീനാണ് നായകനായി എത്തിയിരിക്കുന്നത്. 128ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 10,600ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 36% ഒക്യുപ്പൻസിയിൽ സിനിമയിൽ നേടിയത് 15 ലക്ഷം രൂപയോളമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ ആണെങ്കിൽ ഇന്ന് വലിയൊരു ഇടിവ് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഒരു ശനിയാഴ്ച ആണെങ്കിൽ പോലും സിനിമയ്ക്ക് ഇടിവ് വന്നത് എന്താണ് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ആദ്യ 2 ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഏകദേശം 1 കോടിയോളമാണ് 2 ദിവസങ്ങളിൽ ട്രാക്കിങ്ങിലൂടെ മാത്രം വന്നത്. പക്ഷേ ഇന്ന് 14 ലക്ഷത്തിലേക്ക് അല്ലെങ്കിൽ 15 ലക്ഷം രൂപയിലേക്ക് തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു കുറവ് തന്നെയാണ്. ഇന്നലെ സിനിമയ്ക്ക് ലഭിച്ചത് 52 ലക്ഷം രൂപയോളമാണ്. അതായത് 75 ലക്ഷം രൂപയ്ക്കടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത്. ആദ്യ ദിനം 65 ലക്ഷം രൂപയ്ക്ക് നേടിയ സിനിമ ഇന്ന് 20 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിലാണ് നിൽക്കുന്നത്. എന്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി കടന്ന സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമുക്ക് അടുത്തതായി ബാൾട്ടിയുടെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. ബാൾട്ടിക്കും ഇന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഇടിവ് തന്നെയാണ് നടക്കുന്നത്. സാറ്റർഡേ ആയിട്ട് പോലും എന്താണ് എന്നുള്ളത് നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു കാര്യം ഒരു ഉത്കണ്ഠയായിട്ട് തന്നെ നിൽക്കുന്നു. 26 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 185ഓളം ഓഡിയൻസ് മാത്രം ബുക്ക് ചെയ്തതായി കാണുന്നു. 20,000ഓളം രൂപ മാത്രമാണ് വന്നത്. ഇന്നലെ ഇതേ സമയം ഫൈനലായി വന്നത് 3 ലക്ഷം രൂപയോളമായിരുന്നു. അതായത് 5 ലക്ഷം രൂപ കിട്ടിയെടുത്ത് ഇന്ന് 50,000 രൂപയ്ക്ക് താഴെയാണ് സിനിമയുടെ കളക്ഷനായി ഇതുവരെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ബാൾട്ടി ഇതിനോടകം 23-ാം ദിനത്തിൽ ഓടുന്ന ചിത്രമാണ്. എന്താണ് ബോക്സ് ഓഫീസിൽ ഇന്ന് മഴയായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ഈ ഇടിവിനുള്ള കാരണം എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ സിനിമയ്ക്കും ഒരേ രീതിയിലുള്ള ഇടിവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 8 മണിക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തുനിഞ്ഞെങ്കിലും അന്നേരം ഇതിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ വളരെ ലോ ആയതുകൊണ്ട് തന്നെയായിരുന്നു അത് ചെയ്യാതിരുന്നത്. അതാണ് ഈ ഒരു വൈകിയ വേളയിൽ ഈ സിനിമയ്ക്ക് ചെയ്യുന്നത്. ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8.5 കോടിയോളമാണ് നേടിയത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 12.5 കോടിയോളം നേടി എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ബാൾട്ടി അങ്ങനെ മികച്ചു പോകുമ്പോൾ ഇന്നലെ വന്ന അല്ലെങ്കിൽ ദീപാവലി ദിനത്തിലുള്ള തമിഴ് സിനിമകളുടെ കളക്ഷനിലേക്ക് വരാം. ആദ്യം ഡീസൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷനിലേക്ക് പോകാം. ഡീസൽ ആദ്യ ദിനം 1,66,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നെങ്കിൽ ഇന്ന് കുതിക്കുന്ന ഒരു കാഴ്ചയാണ്. 84 ഷോകളിൽ നിന്ന് 1,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് വന്നത് 2,12,000 രൂപയോളമാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിരിക്കുന്നതായിട്ട് വരുന്നത് 3,78,800ഓളം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് കളക്ഷൻ നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഡ്യൂഡ് ആണ് അടുത്ത ചിത്രമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്നാം ദിവസം ഡ്യൂഡ് കുതിച്ചുയരുന്നൊരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. 547ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടുന്നു. 30,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. 22% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 48 ലക്ഷം രൂപയാണ്. ആദ്യ ദിനം 477 ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 46 ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് നമുക്ക് ഏകദേശം 60 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ വരുമെന്നുള്ള പ്രതീക്ഷയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രമായി സിനിമ 94 ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ മികച്ച രീതിയിലേക്ക് കളക്ഷൻ കുതിക്കുമ്പോൾ ആദ്യ ദിനം 22 കോടിയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. കാന്താരയിലേക്ക് കടന്നു വരാം. കാന്താര ഞെട്ടിച്ചുകൊണ്ട് തന്നെ 17-ാം ദിനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. 191 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 13,000 ടിക്കറ്റുകൾ വന്നപ്പോൾ 23% ഒക്യുപ്പൻസിയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 19 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെയുള്ള ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞത്. ഇന്നലെ 62 ലക്ഷം രൂപ നേടിയ സിനിമ 18 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്ന് 25-30 ലക്ഷം രൂപ നേടുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 750 കോടിയും കടന്ന് 800 കോടിയിലേക്ക് ടച്ച് ചെയ്യാനുള്ള യാത്രയിലാണ്. ഇവിടെ റെക്കോർഡിന് മുകളിൽ റെക്കോർഡ് തൂർത്ത് തന്നെയാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ 55 കോടിയിലേക്ക് സിനിമ എത്തുന്നു. 52 കോടി കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു സിനിമ. 55 കോടിയിലേക്ക് സിനിമ പോവുകയാണ്. പെട്ടെന്ന് ഉള്ള ഒരിടിവാണ് നമുക്ക് എല്ലാ സിനിമകൾക്കും കാണുന്നത്. അതിനകത്തിൽ തന്നെ ഒരുപാട് റിലീസ് ദീപാവലിക്ക് വന്നെങ്കിലും ദീപാവലി നാളുകളിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു കളക്ഷൻ നമുക്ക് സിനിമകൾക്ക് വളരെ കുറവായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്ഥിരമായിട്ട് 1 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം ഇന്ന് അത് ഒരുപക്ഷെ 50 ലക്ഷം രൂപയിലേക്ക്
മുകളിലേക്ക് താഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും. കാന്താര ഇതിനോടകം തന്നെ എല്ലാ സ്ഥലങ്ങളിലും അമ്മാതിരി ഒരു കൊലത്തൂക്ക് തൂക്കിയ ചിത്രമാണ്. അതായത് കർണാടകത്തിൽ നിന്നാണെങ്കിൽ സിനിമ 200 കോടി നേടി, നോർത്ത് ഇന്ത്യയിൽ നിന്നും 200 കോടി നേടിയ ചിത്രം ഓവർസീസിൽ നിന്ന് 120 കോടിക്ക് മുകളിലേക്ക് നേടുന്നു. തമിഴിലും കേരളത്തിൽ നിന്നും മാത്രമേ സിനിമ 130 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. ഫെമിനിസ്റ്റ് ഫാത്തിമ എന്നുള്ള ചിത്രമാണ് നമ്മുടെ റഡാറിൽ നിൽക്കുന്ന അടുത്ത ചിത്രം. അത് അവസാന ഘട്ടം ഓട്ടത്തിലാണ്. മികച്ച ഒരു സിനിമ, കുഞ്ഞൻ സിനിമ. ഇന്ന് 3 ഷോകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ 8 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ 28 ലക്ഷം രൂപ ഇന്നലെ വന്ന സമാനമായ രീതിയിൽ ഇന്ന് 12 ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. എന്നാലും സിനിമയ്ക്ക് മികച്ച ഒരു അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 21 ലക്ഷം രൂപ നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 35-40 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വന്ന ഒരു കുഞ്ഞൻ സിനിമയുടെ ചരിത്ര വിജയമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഫൈസൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം മറ്റ് റിലീസുകളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അടുത്ത ഒരു 10-15 ദിവസം സ്റ്റഡിയായിട്ട് 3-4 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്ന ചിത്രമായി മാറിയേനേയും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. എന്താണേലും ആ ഒരു കാഴ്ച നമുക്ക് ഇനിയും കാണാൻ കഴിയില്ല. കാരണം വരുന്ന ആഴ്ചയിലും പുതിയ റിലീസുകൾ വരുന്നു. എന്നിരുന്നാലും മികച്ച ഒരു അംഗീകാരമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി വീണ്ടും നമുക്ക് ഒരു തമിഴ് ചിത്രത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാം. തമിഴിൽ വന്നിരിക്കുന്ന 3ാമത്തെ ചിത്രമാണ്. ഈ ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നത് അത്ര മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ധ്രുവ് വിക്രം നായകനായി എത്തിയ ബൈസൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. 207 ഷോകൾ ഇന്ന് ഈ ഒരു 2ാം ദിനം ട്രാക്ക് ചെയ്തപ്പോൾ 6000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയിരിക്കുന്നത്. 13% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയിരിക്കുന്നത് 10 ലക്ഷം രൂപയോളമാണ്. എന്താണേലും 2 ദിവസം കൊണ്ട് 18 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ലോകയുടെ ചരിത്രത്തിലേക്ക് പോകാം. ലോക ചരിത്രം കുറിച്ചുകൊണ്ട് 52ാം ദിനത്തിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാവുകയാണ്. 74 ഷോകളാണ് സിനിമയ്ക്ക് ട്രാക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 3000-ഓളം ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു. 22% ഒക്യുപ്പൻസിയിൽ സിനിമ 5.5 ലക്ഷം രൂപയാണ് ഇതിനോടകം നേടിയിരിക്കുന്നത്. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഇന്നും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടുന്നു എന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 110 കോടി 86 ലക്ഷം രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 123 കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് സിനിമ 302 കോടി 60 ലക്ഷം രൂപ കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമാണ് വന്നിരിക്കുന്നത്. ഒരു മലയാള സിനിമയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന ദീപാവലി ദിനങ്ങളിലൂടെ സിനിമ വേൾഡ് വൈഡായിട്ട് 305 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയും കേരളത്തിൽ 125 കോടി എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. OTTയുടെ ഡേറ്റ് 23-ാം തീയതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. ഇനിയും അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ പുറത്തു വരാൻ കാത്തിരിക്കുന്നു. എന്താണേലും ആ ഒരു ദിവസം കഴിഞ്ഞാലും സിനിമ ഏകദേശം 1 മാസമെങ്കിലും തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഇന്നും 3000-ഓളം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ടെങ്കിൽ 52ാം ദിനം ആഘോഷിക്കുന്ന ഈ ഒരു ചിത്രം ഒരുപക്ഷെ 100 ദിവസം തിയേറ്ററിൽ പൂർത്തിയാക്കിയിട്ട് തന്നെ പോവുകയുള്ളൂ എന്നുള്ളതാണ്. ഇന്നും നമുക്ക് 4ഓളം ഹൗസ്ഫുൾ ഷോകൾ കാണാനും കഴിയുന്നു എന്നുള്ളതാണ്. അത്രത്തോളം ഈ ഒരു സിനിമയ്ക്കുള്ള ഡിമാൻഡ് നമുക്ക് കാണാൻ കഴിയുന്നു. വേൾഡ് വൈഡായിട്ട് ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിൽ തന്നെ മതിപ്പ് തന്നെയാണ്. 8ാം വാരത്തിലേക്ക് കടന്ന ഈ ഒരു ചിത്രം GCCയിലും ഇപ്പോഴും റെഗുലർ ഷോയിൽ ഓടുന്നു എന്നുള്ളതാണ്. UK-യിലും സിനിമയ്ക്ക് തിയേറ്ററുകളുണ്ട് എന്നുള്ളത് കാണാൻ കഴിയുന്നു. രാവണപ്രഭുവിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ രാവണപ്രഭു മികച്ച രീതിയിൽ തന്നെയാണ് ഇന്നും ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം നടത്തുന്നത്. 9ാം ദിനമായ ശനിയാഴ്ചയും സിനിമയ്ക്ക് 44ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2700ഓളം ഷോകളാണ് ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ഇതുവരെ പുറത്തു വരുന്നത്. 4,60,000 രൂപ സിനിമയുടെ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നു. ഇന്നലെ 49 ഷോകളിൽ നിന്ന് 2,500-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 4,17,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരുന്നത്. ഇന്ന് അതിന് മുകളിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 3 കോടി 20 ലക്ഷം രൂപ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 3 കോടി 50 ലക്ഷം രൂപയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ. കേരള വേൾഡ് വൈഡായിട്ട് സിനിമ 4.25 കോടിയിലേക്കും എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 4 കോടി ടച്ച് ചെയ്തിരുന്നു സിനിമയ്ക്ക് എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് രാവണപ്രഭുവിൻ്റെ അഴിഞ്ഞാട്ടം നമുക്ക് കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും കാണാൻ കഴിയുന്നത്. പാതിരാത്രി എന്ന ഇന്നലെ റിലീസായ മലയാള ചിത്രത്തിന് 2ാം ദിവസവും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ നേടാൻ കഴിയുന്നു. രതീനയുടെ ഈ ഒരു ചിത്രം നവ്യ നായരും സൗബിനുമാണ് പ്രധാന കഥാപാത്രമായി എത്തുന്നത്. ഒപ്പം സണ്ണി വെയിനും മികച്ച കഥാപാത്രമായി മുന്നോട്ട് പോകുന്നുണ്ട്. 397ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 16,000-ഓളം ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. 18% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 28 ലക്ഷം രൂപയോളമാണ്. ഇന്നലെ 25,30,000 നേടിയെടുത്താണ് ഇന്ന് ഒരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിയുന്നത്. 2 ദിവസം കൊണ്ട് ട്രാക്കിങ്ങിലൂടെ മാത്രം 53 ലക്ഷം രൂപ നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം 75 ലക്ഷം രൂപ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കരുത്. ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നതാണ് വീഡിയോസ് കൂടുതൽ റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടി കൂടിയാണ്.